ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ഈ യൂട്യൂബ് ലോകത്തിൽ പുതിയൊരു അതിഥിയാണ്. കുറേ കാലങ്ങളായി എന്ന് പറഞ്ഞാൽ കുറച്ചധികം വർഷങ്ങളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, എൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്ന് ആലോചിക്കാനും ആഗ്രഹിക്കാനും തുടങ്ങിയിട്ട് എനിക്കിപ്പോഴാണ് അതിനുള്ളൊരു ധൈര്യം ഒത്തുവന്നത്. ഞാൻ ഈ ചാനലിൽ പ്രധാനമായും നമ്മുടെ ചുറ്റുമുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിഷ്പക്ഷമായി വിശകലനം ചെയ്ത് എൻ്റെ വ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ 2014 കേരളത്തിൽ വർഷം മുഴുവൻ റിപ്പോർട്ട് ചെയ്തത് 4000 മയക്കുമരുന്ന് കേസുകളാണ്. പക്ഷേ 2023 ആകുമ്പോഴേക്ക് അത് എത്തി നിൽക്കുന്നത് 30,697 കേസുകളിലാണ്. 10 വർഷം കൊണ്ട് 8 മടങ്ങ് വർധനവ്. പക്ഷേ ഇത് ഞെട്ടിക്കുന്ന ഭാഗമല്ല. ഞെട്ടിക്കുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരള എക്സൈസ് വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ 10 വർഷത്തിനുള്ളിൽ അറസ്റ്റിലായ 52,897 പേരിൽ ഭൂരിഭാഗവും 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. ഇതിലാകട്ടെ 154 കേസുകൾ സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലൊരു കൗമാരക്കാരനുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഞാൻ പറയാൻ പോകുന്നത് ദേശീയ മാധ്യമങ്ങൾ പറയാത്ത വൈരുദ്ധ്യം, നമ്മൾ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള 5 ലക്ഷണങ്ങൾ, ഇതൊക്കെയാണ്. ഇതൊരു സാധാരണ ന്യൂസ് വീഡിയോ അല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. നമുക്ക് കുറച്ച് ഞെട്ടിക്കുന്ന കണക്കുകൾ നോക്കാം. കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ NCRB, അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക ഡാറ്റയാണ്. കേന്ദ്ര സർക്കാർ 2024 ഡിസംബറിൽ രാജ്യസഭയിൽ നൽകിയ മറുപടിയുടെ കണക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് 2023 വരെയുള്ള ഡാറ്റകളെ അവൈലബിൾ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഡാറ്റകൾ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 2014 3800 മയക്കുമരുന്ന് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2016, അതായത് 2 വർഷം കഴിയുമ്പോഴേക്ക് അത് 5924 കേസുകളായി കൂടി. 2022 എത്തുമ്പോൾ അത് 26,619 കേസുകളായി മാറിയത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് 2023 ആകുമ്പോഴേക്കും ഏകദേശം 4000 കേസുകൾ വർദ്ധിച്ച് അതൊരു 30,697 ഈ ഒരു കേസിൽ, അതായത് മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ 1-ാം സ്ഥാനം നമ്മുടെ സ്വന്തം കേരള സംസ്ഥാനത്തിനാണ്. 2023 കേരളം മഹാരാഷ്ട്രയെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇരട്ടിയിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് പഞ്ചാബിനെ കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ അത് 3 ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. സോ മൊത്തം ഇന്ത്യയിലെ 25% കേസുകൾ കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ മൊത്തം മയക്കുമരുന്ന് കേസുകൾ, അതായത് NDPS കേസുകളിൽ 25% കേരളത്തിലാണുള്ളത്. ജനസംഖ്യ നോക്കുകയാണെങ്കിൽ കേരളം ഇന്ത്യൻ്റെ 2.5% മാത്രമേ ഉള്ളൂ. പക്ഷേ കേസുകളുടെ എണ്ണത്തിൽ നമ്മൾ 25% അക്കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. കേരള എക്സൈസ് വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2014 ജനുവരി മുതൽ 2024 സെപ്റ്റംബർ വരെ
544 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് കേരളത്തിൽ. അതിലൊക്കെ ആയിട്ട് ഈ കേസുകളിലൊക്കെ ആയിട്ട് 52,897 പേര് അറസ്റ്റിലുമായിട്ടുണ്ട്. ഇതൊരു ചെറിയ കണക്കല്ല, ഇത് ഒരു ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. കാരണം ഇത്രയും ആൾക്കാർ 10 വർഷത്തിനുള്ളിൽ മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിടിക്കപ്പെടാത്ത കണക്കുകൾ ഇതിലും എത്രയോ ഭയാനകമാണ്. പിടിക്കപ്പെടുന്ന കേസുകൾ മാത്രമേ നമ്മൾ പുറം ലോകം അറിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് കേസുകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ മാധ്യമങ്ങൾ കേരളത്തെ ഇന്ത്യയുടെ പുതിയ ഡ്രഗ് തലസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഡാറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു കണക്കുകൾ കൂടി പരിശോധിക്കാം. അതായത് ഇന്ത്യയിൽ കഞ്ചാവ് പിടിച്ചെടുത്തത്, അതായത് 2024 കണക്ക് പ്രകാരം ഇന്ത്യയിൽ മൊത്തം 5.3 ലക്ഷം കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അത് വെറും 0.85% മാത്രം. അതായത് 1%-ലും താഴെ മാത്രമേ കേരളത്തിൽ പിടിച്ചിട്ടുള്ളൂ. ഹെറോയിൻ പിടിച്ചെടുത്തതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ, അതായത് 1150 കിലോ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ കണക്കിൽ അത് 2.09 കിലോ മാത്രമേ ഉള്ളൂ. വളരെ കുറവാണ് കണക്ക് പ്രകാരം. ഇനി MDMA കണക്കെടുക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ, 75 കിലോ. രണ്ടാമതുള്ളത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയാണ്. കേരളം വരുന്നത് 4ാം സ്ഥാനത്താണ്, 24 കിലോ MDMA. ഇപ്പോൾ ചോദ്യം വരും, കേസുകൾ ഇത്രയും കൂടുതലാണെങ്കിലും പിടിച്ചെടുപ്പ് ഇത്രയും കുറവ് എങ്ങനെയായത്? അതിന് നമ്മുടെ കേരള പോലീസിനും എക്സൈസിനും ഒരു നന്ദി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ കാര്യക്ഷമത കൊണ്ടാണ് ഇത്രയും കേസുകൾ കൂടുന്നത്. കാരണം ഇപ്പോൾ ഒരു പഞ്ചാബിൽ ഒരു റെയ്ഡിൽ 100 കിലോ ഹെറോയിൻ പിടിച്ചെടുത്താൽ ഒരു കേസായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക. അതവിടെ ക്വാണ്ടിറ്റി വൈസ് വലുതാണ്, പക്ഷെ കേസ് ഒന്നേ ഉള്ളൂ. കേരളത്തിൽ പക്ഷേ ഒരാൾ 2 ഗ്രാം, ഒരു 50 പേര് 2 ഗ്രാം MDMA വെച്ച് ഉപയോഗിച്ചാൽ 50 കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കണക്ക് നോക്കിയാൽ നമ്മൾ വൻകിട കടത്ത്, മയക്കുമരുന്ന് കടത്ത് കേരളത്തിൽ കുറവാണ്, പക്ഷേ ഉപഭോക്താക്കൾ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഡാറ്റ, അതായത് കേരളത്തിൽ എക്സൈസും പോലീസും പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കേസുകളുടെ എണ്ണം കൂടുതലാണ്. കേരളത്തിൽ ഉപഭോക്തൃ സംസ്കാരമാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കേസിൻ്റെ എണ്ണം കൂടുന്നത്. അപ്പോൾ നമുക്കറിയാം, കേരളം ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ അല്ല, പകരം ഇന്ത്യയുടെ ഡ്രഗ് കൺസംഷൻ ക്യാപിറ്റലാണെന്ന് പറയാം. ഇതൊരു തരത്തിൽ നോക്കിയാൽ കൂടുതൽ അപകടമാണ്. കാരണം എന്ന് വെച്ചാൽ കടത്തുകാരെ പിടിക്കാൻ എളുപ്പമാണ്. ഒരാളെ പിടിച്ചാൽ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് പിടിക്കാം. പക്ഷേ ഒരു തലമുറയിലെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ നമ്മൾ എങ്ങനെ പിടിക്കും? കാരണം നമ്മൾ അത്രയും ആൾക്കാരുണ്ട് അവിടെ. അത്രയും ആൾക്കാരെ ചെന്ന് പിടിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല. എക്സൈസ് വകുപ്പിൻ്റെ കണക്ക് പ്രകാരം 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇതിൽ ഭൂരിഭാഗവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. ഈ പ്രായങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി കേരളത്തിൻ്റെ ഏറ്റവും ഉൽപാദനക്ഷമമായ പ്രായക്കാരാണ്. അതായത് ഭാവിയിലെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, സംരംഭകർ, അങ്ങനെ നാളത്തെ ഭാവിയെ വാർത്തെടുക്കേണ്ട തലമുറയാണ് ഈ മയക്കുമരുന്നിന് പുറകെ പോയിട്ട് നശിക്കുന്നത്. കേരള എക്സൈസ് വകുപ്പ് കേരളത്തിലെ ഒരു ജില്ലയിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ 40% പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികൾ, അതായത് പെൺകുട്ടികൾ ഉൾപ്പെടെ, ഒരിക്കലെങ്കിലും അനധികൃത മയക്കുമരുന്നുകൾ പരീക്ഷിച്ചിട്ടുണ്ട്. മറ്റൊരു സർവേയിലാണെങ്കിൽ സർവേ ചെയ്ത കൗമാരക്കാരിൽ 46% പേർ ദിവസത്തിൽ 1-ലധികം തവണ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഇത് കേട്ടാൽ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമാണ്, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം.
ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സിന്തറ്റിക് ഡ്രഗ്, അതായത് MDMA അതുപോലെയുള്ള സിന്തറ്റിക് ഡ്രഗുകൾ. 10 വർഷം മുമ്പ് ഈ സിന്തറ്റിക് ഡ്രഗ് ദുർലഭമായിരുന്നു, കാരണം നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നതോടെ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ള കാര്യം. സോഷ്യൽ മീഡിയയിൽ 1 മണിക്കൂറിനുള്ളിൽ അല്ലെ മിനിറ്റുകൾക്കുള്ളിൽ ആൾക്കാർക്ക് ഇത് അവൈലബിൾ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺസംഷൻ ഭയങ്കര കൂടുതലാണ്. ഒരു കേസ് ഇപ്പം 2024 സെപ്റ്റംബറിൽ കാസർഗോഡിലെ ഒറ്റ വീട്ടിൽ നിന്ന് 3.5 കിലോ MDMA പിടിച്ചെടുത്തു. ഈ ഒരു വീട്ടിൽ MDMA മാത്രം മതി കേരളത്തിലെ ഒരു ജില്ലയ്ക്ക് മാസങ്ങളോളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മെയിനായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനം വരുന്നത്. ബാംഗ്ലൂർ, കാസർഗോഡ്, മംഗലാപുരം ഈ വഴി ആണ് നമ്മുടെ നാട്ടിലേക്ക് ട്രെയിനുകളിലൂടെയും ബസ്സുകളിലൂടെയൊക്കെ മയക്കുമരുന്ന് വരുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പണ്ട് പഞ്ചാബിൽ സംഭവിച്ചത് ഇതുപോലെ ഒരു ചെറിയൊരു കാര്യത്തിൽ തുടങ്ങി അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയില്ല. കാരണം 1980കളിലാണ് അത് സംഭവിച്ചത്. ഹെറോയിൻ പ്രതിസന്ധി, അതായത് ചെറിയ ചെറിയ കേസുകളിൽ ചെറിയ യുവാക്കൾ കേസിൽ ഉൾപ്പെടുകയും പിന്നെ അത് പതിയെ പതിയെ കൺട്രോളില്ലാതെ പടർന്ന് ഒരു തലമുറ മുഴുവൻ ഇതിനടിമപ്പെട്ട് അവിടുത്തെ ഒരു യുവത്വം അവിടുത്തെ ഒരു തലമുറ തന്നെ ആ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ കേരളം ആ പാതയിലൂടെയാണ് ഇപ്പം നടക്കുന്നത്, സിന്തറ്റിക് മയക്കുമരുന്നുകളിലൂടെ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ കേരളത്തിൽ ഇതിൻ്റെ ഉപയോഗം കൂടാനുള്ള കാരണം എന്താണ് മെയിനായിട്ട് പറയുന്നത് ഒന്ന് പണമാണ്, പണത്തിൻ്റെ അവൈലബിലിറ്റി. അതായത് വിദേശത്തിൽ നിന്ന് അച്ഛനമ്മമാർ അയച്ചു കൊടുക്കുന്ന പണം, അതായത് ഗൾഫിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കും. അച്ഛൻ വിദേശത്തായിരിക്കും, അമ്മ വീട്ടിലായിരിക്കും, ചിലപ്പോൾ അമ്മയും കുട്ടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് അനിയന്ത്രിതമായിട്ട് പണം കിട്ടും. അപ്പോൾ അവരെ അതായത് ഈ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ്, ഈ ഒരു കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സിന്തറ്റിക് ഡ്രഗിൻ്റെ ഇര എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ മാനസിക സമ്മർദ്ദമാണ് പറയുന്നത്. അത് ചിലപ്പോൾ പഠന സമ്മർദ്ദമാവാം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ സമ്മർദ്ദമാവാം, അല്ല മറ്റെന്ത് സമ്മർദ്ദമാവാം. അപ്പോൾ അതിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ലഹരി ഒരു താൽക്കാലിക രക്ഷാമാർഗമായിട്ട് മാറുകയും ചെയ്യുന്നത്. മൂന്നാമത് വരുന്നത് എളുപ്പമായിട്ടുള്ള ലഭ്യതയാണ്. വാട്സാപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പ്, അതുപോലെയുള്ള ഗ്രൂപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവർക്കും ഇപ്പം ഇത് വേഗത്തിൽ ലഭ്യമാകുന്നുണ്ട്. നാലാമത്തെ ആണെങ്കിൽ ദുർബലമായ ശിക്ഷ എന്ന് പറയാം നമുക്ക്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഈ വൻ തലവന്മാർ, അതായത് സപ്ലൈ ചെയ്യുന്നവർ ഈസി ആയിട്ട് ഇറങ്ങിപ്പോകുന്നു. അവരുടെ സ്വാധീനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവർ കേസിൽ നിന്നും ഊരിപ്പോകുമ്പോൾ വീണ്ടും അവർ ഇതേ സാധനമായിട്ട് മാർക്കറ്റിലേക്ക് വരിക. ഇത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോളായിട്ട് തന്നെ നമുക്ക് പറയാം. കാരണം അത് നിയമം കുറച്ചും കൂടി ഈ ഒരു കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള കേസുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് മാതാപിതാക്കൾക്കുള്ള ഒരു കാര്യമാണ്, അതായത് നിങ്ങളുടെ മകൻ അല്ലെ മകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ അതിനുള്ള എന്തൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടെത്താൻ പറ്റുക. ഇത് ആക്ച്വലി മാനസികാരോഗ്യ വിദഗ്ധരും കേരള എക്സൈസ് വിമുക്തി പദ്ധതിയും അംഗീകരിച്ച ലക്ഷണങ്ങളാണ്. അതിൽ ആദ്യത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഉറക്ക രീതിയിലുള്ള പെട്ടെന്നുള്ള മാറ്റം. അതായത് രാത്രി മുഴുവൻ ഉറക്കമില്ലായ്മ, പകൽ അമിതമായ ഉറക്കം. സാധാരണ ഈ മയക്കുമരുന്ന് ഉപയോക്താക്കളിൽ ഇതാണ് സാധാരണയായി കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ലക്ഷണം എന്ന് വെച്ചാൽ പണത്തിൻ്റെ അസാധാരണ ആവശ്യം. വീട്ടിൽ നിന്നും ചെറിയ ചെറിയ തുകകൾ പലതവണയായി പല കാരണങ്ങൾ പറഞ്ഞ് കൈപ്പറ്റുക. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പഴയ കൂട്ടുകാരെയൊക്കെ ഒഴിവാക്കുക. എന്നിട്ട്
പുതിയ കൂട്ടുകാരുമായിട്ട് ചങ്ങാത്തം കൂടുക, അവരുമായിട്ട് അവരെ വീട്ടിലൊന്നും കൊണ്ടുവരില്ല, ആരും പരിചയപ്പെടുത്തും അങ്ങനെയൊന്നുമില്ല. പക്ഷെ പുതിയ കൂട്ടുകാരായിരിക്കും, അവരുമായിട്ട് രഹസ്യമായിട്ടുള്ള കോളുകളായിരിക്കും ഉണ്ടാവുക. 4ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ. പെട്ടെന്ന് ഭാരം കുറയുക, അതായത് മെലിയുക, കണ്ണുകൾ ചുവന്നതോ അല്ലെങ്കിൽ വളരെ വലുതും ആവുക, അമിതമായിട്ടുള്ള വിയർപ്പ്, കയ്യിൽ വിറയൽ, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ലക്ഷണം 5 പറയുന്നത് മാനസിക മാറ്റങ്ങളാണ്. പെട്ടെന്ന് ദേഷ്യം വരിക, അമിത ദേഷ്യം, അല്ലെങ്കിൽ പെട്ടെന്ന് സന്തോഷിക്കുക, അതായത് അവരുടെ മൂഡ് പെട്ടെന്നാണ് ചേഞ്ച് ആവുക. പിന്നെ പഴയ താല്പര്യങ്ങൾ, പഠിക്കുന്ന കുട്ടിയാണ് പഠിക്കാതാവുക, സ്പോർട്സിലും ഹോബീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിലൊക്കെ താല്പര്യം നഷ്ടപ്പെടുക. അപ്പോൾ ഈ 5 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു 3 ലക്ഷണം നിങ്ങളുടെ കുട്ടിയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടിയോട് സംസാരിക്കുക. കാരണം നമുക്കിത് വീട്ടിൽ നിന്നാണ് തുടങ്ങാൻ പറ്റുക. കുട്ടികളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ അത് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കുട്ടികളിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ അവരെ വിളിച്ചിരുത്തി സംസാരിക്കുക. ശിക്ഷിക്കാൻ പാടില്ല, കാരണം അത് കൂടുതൽ അപകടകരമായിട്ട് മാറ്റുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ആവശ്യമാണെങ്കിൽ കേരള എക്സൈസ് വിമുക്തി ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, അവരെ വിളിച്ചാൽ സൗജന്യ കൗൺസിലിങ്ങും ചികിത്സയും കിട്ടും. അപ്പോൾ നമ്മളിത് ഒളിച്ചു വെക്കരുത്, കാരണം നമ്മളിത് കണ്ടെത്തി ഒളിച്ചു വെച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം ഒന്ന് ലേറ്റ് ആയി പോയാൽ മതി, ചിലപ്പോൾ നമുക്ക് ആളെ തന്നെ കൈവിട്ടു പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിയെ രക്ഷിക്കാനുള്ള ആക്ഷൻസ് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ മക്കളുമായിട്ട് നല്ല രീതിയിൽ ഒരു സംസാരിക്കുന്ന, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുകയാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പേരൻസിന് അറിയാൻ പറ്റും മുൻകൂട്ടി, അവർ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ പറ്റും. അപ്പോൾ ഇത് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ സർക്കാരിന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സർക്കാരിന് ഇതിൽ അവരുടെ പട്രോളിങ്ങും അവരുടെ അന്വേഷണങ്ങളും അതൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കാൻ പറ്റും. ബസ്സുകളിലും അതേപോലെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് അത് മാറ്റം ഉണ്ടാകും. കാരണം കേസുകൾ ഒരുപാട് പിടിക്കപ്പെടും. പിന്നെ എന്ന് വേണ്ടതെന്ന് വെച്ചാൽ പണ്ട് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ. ഇന്ന് ഈ മൊബൈൽ ഫോൺ വന്നതോടെ സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് കുട്ടികളൊക്കെ ഒരു മെജോറിറ്റി ആൾക്കാർ വിട്ടു നിൽക്കും. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യം അത് പഞ്ചായത്തോ അല്ലെ ഗവൺമെൻറ്റോ മുന്നിട്ടിറങ്ങി അല്ലെ നാട്ടുകാരോ മുന്നിട്ടിറങ്ങി അവർക്ക് അതിനുള്ളൊരു ഫെസിലിറ്റി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ ഒരു പരിധി വരെ ഉണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആരും ഫിസിക്കലി ഇൻവോൾവ് ആകുന്നില്ല, എല്ലാവരും ഫോണും നോക്കി റീലും നോക്കി ചിലപ്പോൾ അത് ഡിപ്രഷനിലേക്കും കാര്യങ്ങളിലേക്കും നയിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് എത്തിപ്പെടുക അവസാനം. അപ്പോൾ അത് ഒഴിവാക്കാൻ മറ്റ് ഇതുപോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി പോലെയുള്ള കാര്യങ്ങൾക്ക് സർക്കാരും നാട്ടുകാരും അല്ലെ പഞ്ചായത്തും ഒന്ന് മുന്നിട്ടിറങ്ങുവാണെങ്കിൽ അത് വലിയൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 10 വർഷം കൊണ്ട് 8 മടങ്ങാണ് കേസുകൾ വർദ്ധിച്ചത്. അതായത് 52,897 അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ചെറിയ സംഖ്യയല്ല, ഇതൊരു തലമുറയാണ്. പഞ്ചാബിലൊരു തലമുറയെ അവർക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ കേരളത്തിൽ നമ്മളത് ആവർത്തിക്കാൻ അനുവദിക്കരുത്. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിട്ട് കണ്ടിട്ട് നമുക്ക് ഈ ഒരു മയക്കുമരുന്നിനെതിരെ പോരാടാം. നമുക്കിത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതിനുള്ള പോരാട്ടം. ഈ വീഡിയോ നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
നിങ്ങളുടെ ഷെയർ ഒരു മാതാപിതാവിൻ്റെ കണ്ണ് തുറപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടിയെ രക്ഷിച്ചേക്കാം. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. നിങ്ങളുടെ നാട്ടിലെ സർക്കാരും നാട്ടുകാരും എല്ലാം ഇതിനെതിരെ എടുക്കുന്ന ആക്ഷൻസിനെ പറ്റി കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.